കണ്ണൂരിൽ CPM ജാഥയിൽ നിന്ന് വിട്ടുനിന്ന് EP ജയരാജൻ. ജില്ലയിൽ എവിടെയും ജാഥയിൽ EP പങ്കെടുത്തില്ല. സുഖമില്ലാത്തതിനാലാണ് പങ്കെടുക്കാത്തതെന്നാണ് EP-യുടെ വിശദീകരണം. അതേസമയം നേതാക്കൾക്ക് ജില്ലാ വേർതിരിവില്ലെന്നും EP-ക്ക് എവിടെയും ജാഥയിൽ പങ്കെടുക്കാമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ജില്ലയൊന്നുമില്ല. എന്ത് ഇടതുപക്ഷ വേണ്ടി കൺവീനർക്ക് എന്ത് ജില്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് ജില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്ത് ജില്ല, അതൊന്നുമില്ല. ഇല്ല പങ്കെടുക്കാതെ ആരൊക്കെ പങ്കെടുക്കണം എങ്ങനെ തീരുമാനിക്കാം? ജാഥാംഗങ്ങളെ പറ്റി തീരുമാനിച്ചു. ജാഥാംഗങ്ങളെ തീരുമാനിച്ചിട്ടുണ്ട്. ജാഥാംഗങ്ങളെ പറ്റി ജാഥാംഗങ്ങളെല്ലാം ഇവിടെ തീരുമാനിച്ചവരെല്ലാം ഇവിടെ ജാഥാംഗങ്ങളായിട്ടുണ്ട്. കമ്മിറ്റിന് ശേഷം വന്നു അധ്യക്ഷൻ വഹിച്ചല്ലോ കമ്മിറ്റിയുടെ പോലെ. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ വഹിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞതിന്റെ തൊട്ടു. കൂടുതൽ വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഉണ്ണി, ഈ കണ്ണൂരിൽ ജാഥ അവസാനിക്കുകയാണിന്ന്. അപ്പോൾ പക്ഷേ ജില്ലയിലെ പ്രധാന നേതാവായ അല്ലെങ്കിൽ മുതിർന്ന നേതാവായ LDF കൺവീനർ EP ജയരാജൻ ഇതുവരെ ജാഥയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടില്ല. ഈ ചോദ്യത്തോടുള്ള മറുപടിയാണിപ്പോൾ MV ഗോവിന്ദൻ്റെ മറുപടിയാണിപ്പോൾ ശ്രദ്ധേയമായത്. കാരണം സുഖമില്ലാത്തതിനാലാണെന്ന EP-യുടെ വിശദീകരണം അനുകൂലിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ നേതൃത്വങ്ങൾക്ക് വേർതിരിവില്ല എന്നും ആർക്ക് വേണമെങ്കിലും ജാഥയിൽ പങ്കെടുക്കാം, EP-ക്ക് എവിടെ വേണമെങ്കിലും ജാഥയിൽ പങ്കെടുക്കാമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഈ EP ജയരാജൻ യാത്രയിൽ പങ്കെടുക്കാത്തത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാകാം? കേസ് CPM-നെ സംബന്ധിച്ച് ഏറ്റവും മുതിർന്ന നേതാവായി തന്നെയാണ് നമ്മൾ EP ജയരാജനെ കാണുന്നത്. അദ്ദേഹം LDF കൺവീനർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വലിയ രീതിയിൽ തന്നെ ഈ CPM-ന്റെ ജാഥയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് നാലാം ദിവസത്തിലാണ് ജാഥ നടക്കുന്നത്. ആദ്യം കാസർഗോഡ് ഉദ്ഘാടന ചടങ്ങിൽ പോലും ഈ EP ജയരാജൻ പങ്കെടുക്കാതിരുന്നത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജാഥ ഉദ്ഘാടനം ചെയ്തിരുന്നത്. അന്ന് അദ്ദേഹത്തിന് EP ജയരാജന് ക്ഷണമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പങ്കെടുക്കാതിരുന്ന വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. തുടർന്ന് ഇന്ന് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് EP-യുടെ സ്വന്തം ജില്ലയാണെങ്കിൽ പോലും അദ്ദേഹം അവിടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്, ഏറ്റവും ശ്രദ്ധേയനായ നേതാവ് കൂടിയാണ് EP ജയരാജൻ. എന്നാൽ അദ്ദേഹം കണ്ണൂരിൽ ഈ ജാഥ തുടങ്ങിയ സമയത്ത് പങ്കെടുത്തിരുന്നില്ല. നിലവിൽ ഇതുവരെ പങ്കെടുത്തില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാവുന്ന സാഹചര്യത്തിലാണ് ഒരു ചോദ്യം, മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, EP ജയരാജൻ പങ്കെടുക്കുന്നില്ല, എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന തരത്തിലൊരു ചോദ്യം ഉയർന്നൊരു സാഹചര്യം ഇന്നുണ്ടായി. എന്നാൽ അദ്ദേഹം ഈ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതിലൊരു അസാധാരണവും കാണേണ്ട കാര്യമില്ല. അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അങ്ങനെ കണ്ണൂർ ജില്ല എന്ന് ഒരു വേർതിരിവില്ല, അങ്ങനെ ജില്ല എന്നൊരു വേർതിരിവില്ല. CPM സംസ്ഥാന സെക്രട്ടറിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ LDF കൺവീനർക്കോ ജില്ല എന്ന് വേർതിരിവില്ല. സംസ്ഥാനത്തുടനീളം ഉള്ള നേതാക്കളാണ് അവർ. അത്തരത്തിൽ ജില്ല എന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. അങ്ങനെ എല്ലാ ഈ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന ആൾക്കാരാണെന്ന രീതിയിലാണ് സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ജില്ലാ വേർതിരിവില്ലാതെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നേതാക്കൾ എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ EP ജയരാജൻ ഏത് സ്ഥലത്ത് വേണം പങ്കെടുക്കാമെന്ന രീതിയിലും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം പങ്കെടുക്കുമെന്നും ഈ LDF കൺവീനർ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കുറച്ച് നാളുകളായി അദ്ദേഹം വിട്ടുനിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്, പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ചികിത്സാ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് വിട്ടുനിന്നത്. അദ്ദേഹം പങ്കെടുക്കാത്തതിൽ യാതൊരു അസാധാരണവുമില്ല. അതോടൊപ്പം തന്നെ ഈ ജാഥ അംഗങ്ങളുണ്ട്, ജാഥ അംഗങ്ങളാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ഈ ജാഥയിൽ ഉള്ളത്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ്, അത്തരത്തിലുള്ള വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതെന്ന് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ചർച്ചയാവുമ്പോൾ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട്, റിസോർട്ട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിൽ ഉണ്ടായി ഈ റിസോർട്ടുമായിട്ടുള്ള പ്രശ്നം വലിയ രീതിയിൽ തന്നെ പാർട്ടിക്കകത്ത് ചർച്ചയായി എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. എന്നാൽ അതിനെല്ലാം വിശദീകരണമായിട്ട് CPM സംസ്ഥാന സെക്രട്ടറി വന്നിരുന്നു. ഇത് മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്, അല്ലാതെ അന്വേഷണങ്ങളോ കാര്യങ്ങളൊന്നുമില്ല എന്ന രീതിയിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ EP ജയരാജനെതിരെ പാർട്ടിയിൽ ഉണ്ടായ ഇത്തരത്തിലൊരു നീക്കം ഈ റിസോർട്ടുമായി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം വീണ്ടും ഉയർന്നു വന്നൊരു സാഹചര്യം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഒരു പ്രതിഷേധത്തിന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഈ പാർട്ടിയിൽ കുറച്ച് നാളുകളായി ഇല്ലാതിരുന്ന വിഷയം വീണ്ടും പൊങ്ങി വരുന്നത് വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ വന്ന ഒരു കാര്യമായി തന്നെയാണ് ഈ EP ജയരാജൻ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി എന്ത് നടപടി എടുക്കണമെന്ന് നടക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ EP ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് സൂചന. എന്നാൽ
അതുമായി ബന്ധപ്പെട്ടൊരു വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് ഈ കാരണം ആണ് ഇത്തരത്തിലൊരു അദ്ദേഹം വിട്ടുനിൽക്കുന്ന എന്ന സൂചനയും വലിയ രീതിയിൽ തന്നെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഉണ്ണികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.